കെറ്റാമലോൺ ഡാർക്ക് നെറ്റ് ലഹരി കേസിലെ പ്രതി എഡിസൺ ബാബു കൊച്ചി കേന്ദ്രീകരിച്ച് ലഹരി പാർട്ടികൾ നടത്തിയതായി സംശയം. ഇടുക്കി പാഞ്ചാലിമേട്ടിലെ റിസോർട്ടിൽ പോലീസ് പരിശോധന നടത്തി. എഡിസൺ ബാബുവിനെ NCB കസ്റ്റഡിയിൽ വാങ്ങും. ഇയാളിൽ നിന്നും കണ്ടെടുത്ത ലഹരി മരുന്നുകളുടെ രാസപരിശോധനാ ഫലവും വൈകാതെ ലഭിക്കും. നവമി ദിനേശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നവമി, ഈ കേസുമായി ബന്ധപ്പെട്ട് എഡിസൺ ബാബുവിൻ്റെ സുഹൃത്തിനെയും ഭാര്യയെയും കഴിഞ്ഞ ദിവസം NCB അറസ്റ്റ് ചെയ്തിരുന്നു. ഇടുക്കി പാഞ്ചാലിമേട് കേന്ദ്രീകരിച്ച് റിസോർട്ട് നടത്തുന്ന വ്യക്തികളായിരുന്നു ദമ്പതികൾ. മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരം, ഇയാൾ ഈ ഡാർക്ക് നെറ്റ് വഴി മാത്രമല്ല ഇടപാടുകൾ നടത്തിയത്. കൊച്ചിയിൽ ലഹരി പാർട്ടികൾ നടത്തുന്നു, അവിടെയും ലഹരി ഒഴുക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരു വലിയൊരു നെറ്റ്വർക്ക് തന്നെ കേരളത്തിലും കൊച്ചി കേന്ദ്രീകരിച്ചും പ്രവർത്തിക്കുന്നുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ക്രിപ്റ്റോ കറൻസി വഴിയാണ് കൂടുതലായും എഡിസൺ പണം വാങ്ങുന്നത്. ക്രിപ്റ്റോ കറൻസി ആയിട്ടാണ് അത് വാങ്ങുന്നത്. പക്ഷേ അല്ലാതെ ഇപ്പോൾ അടുത്ത് പരിചയമുള്ളവർക്ക് ലഹരി വേണമെങ്കിൽ അവർക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടും എഡിസൺ എത്തിച്ചു കൊടുക്കാറുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഒപ്പം കൊച്ചിയിലെയും ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചും ഇവിടെ ഒരു ലഹരി പാർട്ടികൾ നടക്കുന്നുള്ളതായി പോലീസിന് വിവരം ലഭിക്കുകയും ചെയ്തു. അവിടെ ഈ സിനിമാ താരങ്ങളടക്കം എത്തുന്ന ലഹരി പാർട്ടികളൊക്കെ നടന്നിരുന്നു എന്ന വിവരം കൂടി പോലീസിന് ലഭിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ വിശദമായിട്ട് കാര്യങ്ങൾ കിട്ടണമെങ്കിൽ അത് എഡിസന്റെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും അടക്കമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വിശദമായി പരിശോധിച്ചാൽ മാത്രമേ അതിലുള്ളൊരു ഉത്തരം പോലീസിന് NCBക്ക് കൃത്യമായി കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ആ തരത്തിലുള്ള അന്വേഷണമൊക്കെ ആ രീതിയിൽ പുരോഗമിക്കുകയാണ്. അതിനിടയിലാണ് ഇവരെയൊക്കെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ നൽകുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ എഡിസണിൽ നിന്നും അറിയേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ ഒരു നെറ്റ്വർക്കുമായി എഡിസൺ ബന്ധപ്പെടുന്നത്, എങ്ങനെയാണ് ഇവരിലേക്കുള്ള ഒരു കണക്ഷൻ എഡിസൺ കിട്ടിയത്, ഒപ്പം ഈ സഹപാഠികളെയും ഒപ്പം പഠിച്ചിരുന്ന കോളേജിൽ പഠിച്ചിരുന്ന സുഹൃത്തുക്കളും ഒക്കെ പിന്നീട് എഡിസനോടൊപ്പം ഇത്തരത്തിൽ ലഹരി ഉപയോഗം നടത്തുന്നതിനൊക്കെ കൂട്ടുനിന്നിരുന്നു. എങ്ങനെയാണ് ഇവരുമായിട്ടൊക്കെ കണക്ട് ചെയ്യുന്നത്, ഒപ്പം എത്ര നാളായി ഇവർ ലഹരി ഉപയോഗിക്കാൻ തുടങ്ങിയത്, ആർക്കൊക്കെയാണ് പ്രധാനമായും നൽകുന്നത് എന്നീ കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. ഒരു ചെറിയ മീനല്ല എഡിസൺ. ഇതിൽ വലിയ ഒരു മുഖ്യ കണ്ണിയായിട്ട് തന്നെ എഡിസനെ നമുക്ക് ഈ ഒരു കേസുമായി ബന്ധപ്പെടുത്തുവാൻ കഴിയും. ഒപ്പം ഈ ഇടുക്കിയിലെ പാഞ്ചാലിമേട്ടിലെ റിസോർട്ടിൽ അവിടെയും ഇത്തരത്തിൽ ലഹരി പാർട്ടികൾ നടക്കുന്നുണ്ട് എന്നാണ് പോലീസിന് വിവരം ലഭിച്ചത്. ഇവിടെ പോലീസ് എത്തി പരിശോധനകളൊക്കെ നടത്തിയിരുന്നു. എഡിസന്റെ സുഹൃത്തുക്കൾ കൂടിയായ ദമ്പതികളാണ് അവിടെ റിസോർട്ട് നടത്തുന്നത്. അവരെ ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. അവരും ഈ എഡിസനുമായിട്ടൊക്കെ ഈ രീതിയിൽ ഇങ്ങനെ ഒരു ലഹരി ഇടപാടിന്റെ സാധ്യതകളെ കുറിച്ച് സംസാരിക്കുകയും ആ രീതിയിലേക്ക് ലഹരി പാർട്ടികൾ നടത്തുകയും സുലഭമായ ലഹരികൾ എത്തിച്ചു നൽകുന്ന തരത്തിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇതൊക്കെ പോലീസിന് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. ആ ലഹരി പാർട്ടിയിൽ ആരൊക്കെയാണ് എത്തുന്നത്, എവിടെ നിന്നാണ് ഇവർക്ക് ലഹരി എത്തുന്നത് എന്നീ കാര്യങ്ങളൊക്കെ വിശദമായി അറിയേണ്ടതുണ്ട്. എന്തായാലും രാജ്യത്തുടനീളം NCBയുടെ ഒരു അന്വേഷണം, ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകളൊക്കെ പുരോഗമിക്കുകയാണ്. എഡിസണുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്ത് കേരളത്തിന് പുറത്ത് ആർക്കൊക്കെയാണ് എഡിസൺ ഇത് എത്തിച്ചു നൽകുന്നത്, ഇതിന്റെ മറ്റ് ശൃംഖലകൾ എവിടെയൊക്കെ ഉണ്ടെന്നതിലൊക്കെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലും ചില അറസ്റ്റുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇനി കസ്റ്റഡി ലഭിച്ചതിന് ശേഷമായിരിക്കും തുടർ നടപടികളിലേക്കും അന്വേഷണ സംഘം കടക്കുക. അതിൽ പ്രധാനമായും ഇവരെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യേണ്ടതുണ്ട്, തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. ഇവരുടെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ അടക്കം പരിശോധിച്ച് അതിലെ രേഖകളും വിശദാംശങ്ങളും കണ്ടെത്തിയിട്ട് വേണം കൂടുതൽ അറസ്റ്റുകളിലേക്ക് കടക്കാൻ. എഡിസൺ നടത്തിയിരുന്നുവെന്ന് പറയുന്നുണ്ടല്ലോ. അതോടൊപ്പം നേരത്തെ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത് NCB അറസ്റ്റ് ചെയ്തത് ഇടുക്കി പാഞ്ചാലിമേട്ടിൽ റിസോർട്ട് നടത്തുന്ന ദമ്പതികളെയാണ്. ഇതുപോലുള്ള റിസോർട്ടുകൾ കേന്ദ്രീകരിച്ചും ഇവർ ലഹരി പാർട്ടി നടത്തിയിരുന്നു. അങ്ങനെയാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. ഈ റിസോർട്ടുകൾ കേന്ദ്രീകരിച്ചാണ് ഇവർ പ്രധാനമായും ലഹരി പാർട്ടികൾ സംഘടിപ്പിക്കുന്നത്. അവിടെ വെച്ച് ആളുകൾക്ക് ലഹരി കൊടുക്കുകയും അത് പിന്നീട് ഇവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവിടെയാണോ എത്തിച്ചു നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ തരപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതിൽ ഈ എഡിസനെ സഹായിക്കുക, അല്ലെങ്കിൽ ഈ ലഹരി ആവശ്യമുള്ളവരെ കണ്ടെത്തി എഡിസനുമായി കണക്ട് ചെയ്യുന്നത് ഈ റിസോർട്ടിലെ ദമ്പതികളാണെന്ന് പോലീസിന് മനസ്സിലായിട്ടുണ്ട്, NCBക്ക് മനസ്സിലായിട്ടുണ്ട്. അതും ഈ എഡിസന്റെ സുഹൃത്തുക്കൾ കൂടിയാണ്
ഇവർ. ആ രീതിയിലാണ് ഒരു വലിയൊരു വലയമായി തന്നെയാണ് ഈ ലഹരി ആവശ്യമുള്ളവരെ കണ്ടെത്തുകയും അവർക്ക് ഇത് നൽകുകയും ആവശ്യമെങ്കിൽ ഇപ്പോൾ ക്രിപ്റ്റോ കറൻസി ആയിട്ട് അല്ലെങ്കിൽ ഈ പണമായി തന്നെ ക്യാഷ് ഓൺ ഡെലിവറി ആയി തന്നെ എഡിസൺ ലഹരി എത്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ശൃംഖലയായി തന്നെയാണ് എഡിസണും സംഘവും പ്രവർത്തിക്കുന്നതെന്നാണ് NCBക്ക് ലഭിച്ച വിവരം. അതിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയൊക്കെ പുരോഗമിക്കുന്നുണ്ട്. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എഡിസനെ കസ്റ്റഡിയിൽ കിട്ടിയാൽ മാത്രമേ വിശദമായി ചോദ്യം ചെയ്യാൻ കഴിയുകയുള്ളൂ. കൊച്ചിയിൽ ഏതൊക്കെ ഹോട്ടലിലാണ് ഇവർ ലഹരി പാർട്ടി നടത്തിയത്, അതിന് ആരാണ് സഹായം നൽകിയത്, അവിടെ നിന്ന് എത്ര രൂപ ലഭിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി കസ്റ്റഡി അപേക്ഷ നൽകി ഇപ്പോൾ 4 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ 4 പേരെയും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തി നിൽക്കുന്നതും. എന്തായാലും ഇതിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെടുമെന്നതിൽ സംശയമില്ല. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും. ഇവർക്ക് ലഹരി എത്തിക്കുന്ന ഈ ഒരു നെറ്റ്വർക്ക് അത് ചെറിയൊരു കണ്ണിയല്ല, അത് വലിയ രാജ്യത്തുടനീളം പടർന്ന് പന്തരിച്ചു നിൽക്കുന്ന ഒരു ലഹരി മാഫിയാണ്. ആ മാഫിയെ വേരോടെ അറക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് NCB ഈ ഒരു ദൗത്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതിന്റെ ഘട്ടമായി തന്നെയാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. സ്പോട്ട് ലൈവിന്